വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അവതാരകനാണ് മിഥുൻ രമേശ്. നടൻ എന്ന നിലയിൽ മുൻപേ ശ്രദ്ധേയനായിട്ടുണ്ടെങ്കിലും അവതാരകനായി എത്തിയ ശേഷമാണ് മിഥുൻ കൂടുതൽ ജനപ്രിയനായത്. റേഡിയോ ജോക്കിയായും മിഥുൻ തിളങ്ങിയിട്ടുണ്ട്. മിഥുനെ പോലെ തന്നെ ഭാര്യ ലക്ഷ്മിയും മകൾ തൻവിയും ആരാധകർക്ക് പ്രിയപ്പെട്ടവരാണ്. സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണിവർ. ഒന്നിച്ചുള്ള ബ്ലോഗുകളും വീഡിയോകളും ഒക്കെ വൈറലാകാറുമുണ്ട്. ഇവരുടെ ദാമ്പത്യത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ പലർക്കും മാതൃകയാണ് മിഥുനും ലക്ഷ്മിയും. ഇവരുടെ പരസ്പര സ്നേഹവും കരുതലും ഒക്കെ ആരാധകരുടെ ശ്രദ്ധ നേടാറുമുണ്ട്. അടുത്തിടെ തനിക്ക് വേണ്ടി ലക്ഷ്മി തിരുപ്പതിയിൽ പോയി മൊട്ടയടിച്ചതിനെ കുറിച്ച് പറഞ്ഞ് മിഥുൻ എത്തിയിരുന്നു. കഴിഞ്ഞ മാർച്ചിലാണ് മിഥുന് ബെൽസ് പൾസി രോഗം ബാധിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെ മിഥുൻ തന്നെയാണ് ഇക്കാര്യം ആരാധകരെ അറിയിച്ചത്. പിന്നാലെ നിരവധി പേരാണ് നടനു വേണ്ടി പ്രാർത്ഥനകളുമായി എത്തിയത്. അധികം വൈകാതെ തന്നെ മികച്ച ചികിത്സയിലൂടെ മിഥുൻ രോഗത്തിൽ നിന്ന് മുക്തി നേടുകയും ചെയ്തു. സാധാരണ ജീവിതത്തിലേക്കുള്ള മിഥുന്റെ തിരിച്ചുവരവ് ആരാധകരടക്കം ആഘോഷമാക്കിയിരുന്നു. മിഥുൻ രോഗബാധിതനായ നാളുകളിൽ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി തിരുപ്പതിയിൽ തലമുണ്ടനം ചെയ്യാമെന്നാണ് ഭാര്യ ലക്ഷ്മി നേർച്ചു നേർന്നത്. പിന്നീട് ലക്ഷ്മി അത് നിറവേറ്റുകയും ചെയ്തു. ലക്ഷ്മി കുടുംബത്തോടൊപ്പം തിരുപ്പതിയിൽ എത്തിയാണ് ഭഗവാന് മുൻപിൽ തലമുണ്ടനം ചെയ്തത്. ലക്ഷ്മിയുടെയും മിഥുന്റെയും സ്നേഹത്തെ പുകഴ്ത്തി അന്ന് നിരവധി ആരാധകർ കമന്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ തിരുപ്പതിയിൽ പോയി തലമുണ്ടനം ചെയ്തപ്പോഴുള്ള അനുഭവം പങ്കിട്ടെത്തിയിരിക്കുകയാണ് ലക്ഷ്മിയും മിഥുനും. ഇത്രയും നാൾ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം പൂർത്തിയാക്കാൻ പറ്റിയെന്ന സന്തോഷമായിരുന്നു തലമുണ്ടനം ചെയ്തപ്പോഴുണ്ടായതെന്നാണ് ലക്ഷ്മി പറയുന്നത്. ലൈഫിൽ ഒരു തവണയെങ്കിലും എല്ലാവരും ഇത് ചെയ്യണം. ഷാമ്പുവും കണ്ടീഷണറും എല്ലാം ഇപ്പോൾ ലാഭമാണ്. മുടിക്ക് അധികം സമയവും ചെലവഴിക്കേണ്ട. ഷെൽഫ് നിറയെ വിഗാടുമ്പോൾ മുണ്ടനം ചെയ്യുന്ന സമയത്തെല്ലാം മിഥുൻ ചേട്ടൻ ഒപ്പമുണ്ടായിരുന്നുവെന്നും ലക്ഷ്മി പറയുന്നുണ്ട്. അതേസമയം ലക്ഷ്മി തലമുണ്ടനം ചെയ്തപ്പോൾ താനും മകളും ആഘോഷിക്കുകയായിരുന്നുവെന്നാണ് മിഥുൻ പറഞ്ഞത്. പ്രാർത്ഥിച്ചു നിൽക്കാൻ സ്വാമി പറഞ്ഞെങ്കിലും തങ്ങൾ ചിരിക്കുകയായിരുന്നുവെന്നും മിഥുൻ പറയുന്നു. കാര്യം ലക്ഷ്മി വളരെ ആക്റ്റീവ് ആണെങ്കിലും ഡിപ്രഷനും സോഷ്യൽ ആങ്സൈറ്റിയും എല്ലാം അനുഭവിക്കുന്ന ഒരാൾ കൂടിയാണ് ലക്ഷ്മി. ഇതേക്കുറിച്ചും ഇരുവരും അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു. ആരെങ്കിലും ഫോൺ വിളിച്ചാൽ എടുത്ത് സംസാരിക്കാൻ പോലും പേടിയാണ് ലക്ഷ്മിക്ക്. കോൾ എടുത്താൽ എന്ത് സംസാരിക്കുമെന്ന് അറിയാത്ത അവസ്ഥയുണ്ടെന്നും അതുകൊണ്ടാണ് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാത്തതെന്നുമാണ് ലക്ഷ്മി പറയുന്നത്. പലരുമായും കമ്മ്യൂണിക്കേഷൻ മെസ്സേജിലൂടെയാണ്. തന്റെ അമ്മയുടെയും മകളുടെയും മിഥുന്റെയും ഫോൺ കോളുകൾ മാത്രമേ എടുക്കാറുള്ളൂ എന്നും ലക്ഷ്മി പറയുന്നുണ്ട്. സോഷ്യൽ ആങ്സൈറ്റി കാരണം ലിഫ്റ്റിൽ കയറാറുമില്ല ലക്ഷ്മി. ആരെങ്കിലും ചിരിച്ചു കാണിക്കേണ്ടി വരുമോ, സംസാരിക്കേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിച്ചാണ് ലിഫ്റ്റിൽ കയറാൻ മടിയുള്ളതെന്നും ലക്ഷ്മി പറയുന്നുണ്ട്. അതേസമയം ഡിപ്രഷൻ അവസ്ഥയിൽ ലക്ഷ്മിയെ കൂട്ടി ഡ്രൈവ് പോവുകയാണ് താൻ മിക്കപ്പോഴും ചെയ്യാറുള്ളതെന്നാണ് ലക്ഷ്മി അനുഭവിക്കുന്ന ഡിപ്രഷൻ അവസ്ഥയെക്കുറിച്ച് മിഥുൻ പറയുന്നത്. എന്തായാലും ഇരുവരുടെയും വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.